ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ രക്ഷിതാക്കൾ കൊടുക്കണം. അവര് ജനിക്കുമ്പോൾ തന്നെ ആ ഗുരുവിന്റെ എല്ലാ ഗുണങ്ങളോടുകൂടി അവർ നന്മയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. നമ്മൾ ആകെ, അതായത് രക്ഷിതാക്കൾ ആകെ ചെയ്യേണ്ടത് അവരുടെ തിന്മ അവരിലേക്ക് പകരാണ്ടിരിക്കുക. ആ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇന്നെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഗുരുവിന്റെ മക്കളായി ജനിച്ച ആ കുട്ടികളെ പല എന്താ പറയാ, ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞ ചടങ്ങുകൾ, സ്വാമി ഇപ്പോൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ സംഭവിച്ച കുറെ അബദ്ധങ്ങളുണ്ട്, ജാതി മതം ദേവതാര അങ്ങനെ ഒരുപാട് അനുവദിച്ചുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഒന്നും എന്താ പറയാ, ഒരു പാതയിലേക്ക് നിങ്ങൾ മുതിർന്നവരെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി അതിന് പറഞ്ഞില്ല. കഥം ഫുൾ കഥം അത്രേ ഉള്ളൂ, അതിനങ്ങനെ പറയാനുള്ളൂ. പക്ഷേ അതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇനി ജനിക്കുന്ന ആ കുട്ടികളിലേക്ക് അതിനെ പകരാതിരിക്കുക. അതാണ് ഇനിയുള്ള രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ജാതിന്റെയും മതത്തിന്റെയും അങ്ങനെയുള്ള എല്ലാ വേലികെട്ടുകളും സത്യം പറഞ്ഞാൽ പിഴുതെറിഞ്ഞിട്ട് ഒരു പുതിയൊരു ആശയം, ഇതാണ് ഈ ശാന്തിഗിരി. അതിന്റെ അടിയിൽ വാക്യം പറയുന്നത് സ്പിരിച്വാലിറ്റി ബിയോണ്ട് റിലീജിയൻ, ആത്മീയത. ആത്മീയത ഒരു രീതിയിൽ പറഞ്ഞ ഒരു മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നിന്റെ ആവശ്യമില്ല. ആത്മീയത അത് ദൈവത്വമായിട്ടുള്ള ആ ദൈവം നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്തിനാണ് സത്യം പറഞ്ഞ ഈ മതത്തിന്റെയും ജാതിന്റെയും ആവശ്യമാണ് ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ആ ആശ്രമോദ്ദേശം എടുത്താൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ഈ ഒരു ആശ്രമത്തിന്റെ ഉദ്ദേശത്തിന്റെ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യം പറയുന്നത്, ഇതിൽ ജാതിയോ മതമോ ഒന്നും നമ്മൾ അവിടെ എന്താ പറയാ എഴുതിയിട്ടേയില്ല. സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയ ഈ ഒരു ആശയത്തെ ലോകത്തിന് പകർന്നു കൊടുക്കുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാതിയും മതവും വലിച്ചിടരുത്. നമ്മളെന്ന് പറഞ്ഞാൽ ലോക മക്കളെ, അതായത് ഗുരുവിന്റെ മക്കളായി എല്ലാവരെയും കണ്ടുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചെടുക്കാൻ. ഈ ജാതിയുടെയും മതത്തിന്റെയും എന്താ പറയാ, ഈ ഗുരുസേവ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ മോഹൻലാൽ ലോറി എടുത്തോ ബാക്കിൽ ഇങ്ങനെ രണ്ട് സൂര്യന്റെ പോലത്തെ സാധനം വന്നില്ലേ, ചൽവു. അന്നെന്താ സംഭവം സിനിമയിൽ നമുക്ക് കണ്ടറിയാം. അവിടെ ഒരു കലാപം ഉണ്ടാകുന്നത്, ഒരു വർഗീയ കലാപം. അതായത് ഈ ജാതി മതം എന്ന് പറയുന്ന സത്യം പറഞ്ഞ പിശാചിന്റെ സൃഷ്ടിയാണ്. സ്വാമി ഇവിടെ കുറെ സൂചിപ്പിച്ചിട്ടുണ്ട്. യേശു ജനിച്ചതാരായിട്ടാണ്? ജൂതനായിട്ടാണ്. മുഹമ്മദ് നബി ജനിച്ചതാരായിട്ടാണ്? ഖുറൈശിയായിട്ടാണ്. ഇവരൊക്കെ ജനിച്ച എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഇപ്പൊ അവരാ മതത്തിന്റെ ആളുകൾ പറയുന്നത് ഇന്ന മതത്തിന്റെ രാജാക്കാണ് ഇന്ന ആള് അങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞ മതം ജാതി ഇത് മനുഷ്യന് ഉന്നതമായ ഒരു പ്രതിഭാസമാണ്. ഈ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യനെ നാലായിട്ട് ഈ സമൂഹം പിരിക്കാനുണ്ടായത്. ഫസ്റ്റ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അത് എന്നിട്ട് പറയാൻ ബ്രഹ്മത്തിന്റെ കാര്യങ്ങൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ ഇന്ന് കാലിന്റെ എണ്ണ ശൂദ്രൻ ജനിച്ചെന്ന് പറയാം. പിന്നെ ഈ ശൂദ്രനെ മുറിച്ച് ഓരോ ശൂദ്രൻ തന്നെ എന്താ പറയുക കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ തന്നെ ഇന്ന ജാതികൾ ഇങ്ങനെ ആക്കി അത്രയും അധപതനത്തിന്റെ ഒരു പാതയിലേക്ക് മാനവരാശിയെ നയിച്ച കുറെ കാര്യങ്ങൾ ഇത്രയും കാലത്തിനിടെ നടന്നു പോയിട്ടുണ്ട്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തോ പക്ഷെ ജാതിയെ മതത്തെയും പിൻപറ്റിയുള്ള ഇതിന്റെ പ്രമോഷൻ, അതായത് ജാതിയെയും മതത്തെയും വഴിയിൽ പോകുന്ന ആൾക്കാരെ സൂക്ഷ്മത്തിൽ നിന്ന് ഞാൻ ഇല്ലാണ്ടാക്കുന്ന അവർ പറഞ്ഞിട്ടുള്ളത്. 99 മാർച്ച് 7-ാം തീയതിയാണ് ഇതിനെല്ലാം പുറമെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സൂക്ഷ്മത്തിൽ ഇല്ലാതാക്കുന്ന അവർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേക ശക്തിയെ നശിപ്പിക്കും. നമ്മുടെ അതായത് പൊതുവായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ആശ്രമത്തിലായപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലമാണ്. അതായത് വിവാഹത്തിന്റെ സമയമായിക്കോട്ടെ എല്ലാം അന്നേരം നമ്മൾ എത്ര ജാതിയില്ല മതമില്ല എന്ത് പറഞ്ഞാലും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു പിശാചിന്റെ തന്നെ പറയാം, ആ പിശാച് നമ്മളൊന്നും അറിയാതെ വളർന്നു വരും. അപ്പോ നമ്മളെ സത്യം പറഞ്ഞ ഈ ഗുരുവിന്റെ ഇത്രയും കാലം ഗുരു എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, എന്തിനു വേണ്ടിയാണോ വിഷമിച്ചത്, എന്തിനു വേണ്ടിയാണോ പട്ടിണി കിടന്നത്, അതുപോലെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം ചെയ്തു വെച്ച പ്രവൃത്തിക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ജാതിക്ക് മാത്രം വേണ്ടി നമ്മളിങ്ങനെ എന്താ പറയാ മറുപടി മുട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈശ്വരൻ ചെയ്തു വെച്ച പ്രവൃത്തിക്കെതിരെയാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം.
ദൈവത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതപ്പതിച്ചോ ഇല്ലാണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ, അതൊന്നുമില്ല, അതിനപ്പുറം ഒന്നും പറയാനില്ല. അപ്പോ നമ്മൾ ഓരോ ആൾക്കാരും എത്രത്തോളം, അതായത് ഈ ആശ്രമത്തിൽ വിശ്വസിക്കുന്നവരെ, നമ്മുടെ ഗുരുവിന്റെ മക്കൾ എങ്ങനെ ജീവിക്കണം, അതായത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ ചിന്തയിലും അത്രയേറെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ഗുരുവിന്റെ മക്കളായ നമ്മൾ കാരണം മറ്റൊരു മനുഷ്യനെ മനുഷ്യനെ കാണാനുള്ള ഒരു അറിവ് നമുക്ക് വേണം, ആ ഒരു വിവേകം നമുക്ക് വേണം. എന്തിനു വേണ്ടി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഏതെല്ലോ കാലഘട്ടത്തില് ആരെല്ലോ അവരുടേതായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തിനെ പിൻപറ്റണം? പണ്ട് അംബേദ്കറിനോട് ഒരിക്കൽ മഹാത്മാഗാന്ധി ചോദിക്കുകയുണ്ടായി, അങ്ങ് എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ ഭാരതത്തിൽ അദ്ദേഹം ഭാരതത്തിന് പുറത്താണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. അന്നേരം പോലും അദ്ദേഹം അനുഭവിക്കാത്ത അത്രയും ദാരുണമായ അനുഭവങ്ങൾ അദ്ദേഹം ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞിയായിരുന്നപ്പോ പള്ളി കൊടുത്ത് പോകുന്നില്ലേ, അദ്ദേഹം ഇരുന്ന് പഠിച്ചെങ്ങനെ വെച്ചാൽ വേറെ തന്നെ ഒരു ചാക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ആ ചാക്ക് തറയിൽ വെച്ച് ആ ചാക്കിലെ അദ്ദേഹത്തിന് ഇരിക്കാൻ പാടുള്ളൂ. അദ്ദേഹം ഇരുന്ന് ആ തറയില്ലേ, ചാക്കില്ലാണ്ട് ഇരുന്നിട്ട് ആ തറയിലൂടെ ബാക്കിയുള്ള ഏതെങ്കിലും കുട്ടികൾ പോയിട്ട് ആ കുട്ടികൾ അശുദ്ധിയാവുന്നതാണ് അദ്ദേഹം അന്നത്തെ ആ കാലഘട്ടത്തിലെ ഒരവസ്ഥ. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് ഇദ്ദേഹത്തിന് ഒരു ദാഹിക്കുമ്പോ വെള്ളം പോലും കുടിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കടിക്കില്ലേ. അന്നത്തെ ആ ദിവസം പ്യൂണ് വന്ന് എല്ലാവരും കുടിക്കാൻ കിണറ്റിൽ വെള്ളം പോയി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടാതെ ഇങ്ങനെ ഒഴിച്ചു വിടണം. എന്നിട്ട് കുടിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് ആ വെള്ളം പോലും കുടിക്കാൻ പറ്റൂ. ബാക്കിയുള്ള കുട്ടികൾ സ്വന്തമായിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം പോയി കുടിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ആ പ്യൂണ് വന്ന് ഇദ്ദേഹത്തിന് ഒഴിച്ചു വിടണം. അന്ന് പ്യൂണാ ദിവസം ലീവാണെങ്കിൽ ഇദ്ദേഹത്തിന് ദാഹിച്ചടിക്കുക, അതായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിന്, ഭാരതത്തിന്റെ മാത്രം വലിയൊരു പ്രത്യേകത അത്. ഈ ഒരു ദേശത്തിന്റെ ഈ ഒരു സാധനം പറഞ്ഞാൽ ആ കർമ്മഗതിയാണ്. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ മണ്ണിൽ തന്നെ ജനിച്ചത്. അപ്പോ ഈ മണ്ണിലുള്ള നമ്മൾ എങ്ങനെ ആ ദൈവം ചെയ്തു വെച്ച കാര്യങ്ങൾ, ആ ഒരു പ്രവൃത്തി, ആ ഒരു കർമ്മത്തിന് മാന്യത കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ. ഇന്ന് നിങ്ങളൊന്ന് നമ്മുടെ അയൽരാജ്യത്ത് നോക്കിയാൽ മതി, കൂട്ടാനാണ്. അവിടെ ഇരിക്കുന്ന പോലീസാക്കില്ലേ, പോലീസ് സ്റ്റേഷനിൽ ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ഷീറ്റ് കളിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. അവിടെ വെച്ചാൽ ഒരു കംപ്ലൈൻസോ ഒരു കേസുകളോ ഒന്നുമില്ല. അവിടെ വെച്ചാൽ ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ പറയോ, ഗുരു പരമ്പരയുടെ ഭാഗമാക്കാണ് ആ രാജ്യം എന്ന് പറയുന്നത്. ബുദ്ധമതത്തിൽ വിശ്വസിച്ച് അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഒരു നിയമങ്ങളോ എല്ലാം അത്ര കർശനമല്ലാത്ത രാജ്യമാണ്. ആ ബുദ്ധൻ വിഭാവന ചെയ്ത ആ ആശയത്തെ പിൻപറ്റി, ആ ഗുരു വിഭാവന ചെയ്ത ആശയത്തെ പിൻപറ്റിയാണ് ജീവിച്ചതുകൊണ്ട് അദ്ദേഹം എന്തായി, അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആ ജീവിതചര്യ കൊണ്ടുപോകണം. അതാണ് ഈ ഗുരുപരമ്പരയുടെ ലക്ഷ്യം. പക്ഷെ പിൻകാലത്ത് ഈ ബുദ്ധൻ ചെയ്ത ചിഹ്നം പോലും അതിനോട് വന്ന ആൾക്കാർ മഹായാന ബുദ്ധിസം അങ്ങനെ ഒരു സമയത്ത് എന്ത് പറ്റി ഇതിനെ മതാക്കി കൊണ്ടുവന്നു. അതാണ് മനുഷ്യന്റെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഗുരുവിന്റെ മക്കളായ നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഈ ഒരു മാനവരാശിക്കുമേൽ പതിച്ച ഈ ഒരു വലിയ വിപത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു വിപത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ആ വിപത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി നമ്മൾ ഗുരുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ഗുരുവാണി തന്നെയുണ്ട്, ജാതിയോ മതമോ മറന്ന് മനുഷ്യൻ ഏകാത്മ സിദ്ധാന്തത്തിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമാണ് വാസ്തവത്തിൽ ഈ ശാന്തി ആശ്രമം പറയുന്നത്. ആ രീതിയിൽ ഗുരുവിന്റെ മക്കളായി നമുക്ക് ജീവിതാന്ത്യം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ എന്റെ ഗുരുവിന്റെ പാതാരങ്ങൾ സമർപ്പിക്കുന്നു. സത്യം.